അടിച്ചിട്ട് മണലെറിയണത് തേക്കുമ്പോൾ ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. സെക്കൻഡ് കോട്ട് അടിച്ചിട്ടില്ലേ? സെക്കൻഡ് കോട്ട് അടിച്ചിട്ട് മണലെറിയുക. ഹായ്, നമ്മളെ ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്നെന്താ പണി എന്നുള്ളത്. ഇതേ നമ്മൾ തറയിൽ അടിക്കുന്ന വാട്ടർ പ്രൂഫാണ് കേട്ടോ, ഡാം പ്രൂഫ്. ഇത് അടിക്കലാണ് ഇന്നത്തെ പണി. ഇതെന്തിനാ അടിക്കുന്നത് വെച്ച് കഴിഞ്ഞാലേ, നമ്മുടെ ഈ വീടുകളിലെ അടിഭാഗത്തു നിന്നേ ചുമരിൽ നനവ് കയറിയിട്ട് പെയിൻ്റൊക്കെ അങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞു വരില്ലേ, അതില്ലായിരിക്കാനാട്ടോ ഇന്നത്തെ പണി. ഇതാണ്. ബാക്കി ഇതെങ്ങനെ അടിക്കണം എന്നുള്ളതൊക്കെ ഞാൻ വീഡിയോയിലൂടെ കാണിച്ചു തരാം. ഇതിപ്പോൾ സെക്കൻഡ് കോട്ട് അടിക്കുന്ന വീഡിയോ ആണ്. ഇപ്പോൾ ഇത് ഫസ്റ്റ് കോട്ട് അടിക്കുന്ന വീഡിയോ ആണ് ശരിക്കും കാണേണ്ടത്. ഫസ്റ്റ് കോട്ട് അടിക്കുന്നതിന് മുന്നുള്ള വീഡിയോ അതാണ് കാണിക്കേണ്ടത്. അത് നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് വീട്ടിൽ നോക്കുമ്പോൾ ആ വീഡിയോ കാണാനല്ല. എനിക്ക് തോന്നുന്നത് ക്യാമറ ഓണാക്കാൻ മറന്നു എന്നൊരു സംശയം. എന്തായാലും പിന്നെ ഉള്ളത് കാണാം. അതല്ല ഇപ്പം എന്ത് ചെയ്യാം, അത് നമുക്ക് അടുത്ത എവിടെയെങ്കിലും അടിച്ചുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാണാം. അതല്ല ഇപ്പം എന്ത് ചെയ്യാം, എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. നമ്മൾ ഈ ബെൽറ്റുമ്മ അടിക്കുന്നതിന് മുമ്പ് ഫുള്ള് ബെൽറ്റുമുള്ള പൊടിയും കച്ചറയും മണ്ണും എല്ലാ സംഭവവും അടിച്ച് വൃത്തിയാക്കണം. നല്ല ബ്രഷ് ഉപയോഗിച്ചിട്ടേ അടിച്ച് ക്ലീൻ ആക്കിയിട്ട് ഇത് അടിക്കാൻ പറ്റുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് അടിച്ച് കഴിഞ്ഞ് പെരയ്ക്ക് വരുന്നതിന് മുന്നേ ഇത് നമ്മളെ പിന്നാലാണ് പോരും. അതിങ്ങനെ നടന്ന് പോന്നുകൊണ്ടിരിക്കും. അതന്നെ. അതേമാതിരി തന്നെ രണ്ടാം കോട്ട് അടിച്ചു കഴിഞ്ഞാലേ ഉണങ്ങണതിൻ്റെ മുന്നേ ഇതേപോലെ മണലോ എംസാൻ്റെ എന്തെങ്കിലും ഇങ്ങനെ വാരി എറിഞ്ഞു കൊടുക്കണം. എന്തിനറിയാം നിങ്ങൾക്ക്? ഇല്ലെങ്കിൽ അവിടെ തേപ്പ് പിടിക്കൂല. തേക്കുന്ന സമയത്ത് അവിടെ ഭയങ്കര മിനുസായി കാരണം ഒരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് അടിക്കാൻ ഏറ്റവും നല്ലത് ബെൽറ്റ് വാർത്തിട്ട് മണ്ണിടുന്നതിൻ്റെ മുന്നേ കേട്ടോ. ഇതിപ്പോൾ ഒരു കൊല്ലം മുന്നേ മണ്ണിട്ടച്ചതാണ്. തറ ഒരു കൊല്ലം മുന്നേ ബെൽറ്റ് വാർത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ നല്ല കച്ചറ ഉണ്ടായിരുന്നു. ഒരുപാട് ക്ലീനൊക്കെ ഉണ്ടായിരുന്നു. പൊടിയും മണ്ണൊക്കെ ആയിട്ട് നല്ല പണി വന്നു. പുതിയ ബെൽറ്റാണെന്നുണ്ടെങ്കിൽ മണ്ണിടുന്നതിൻ്റെ മുന്നേ ആണെന്നുണ്ടെങ്കിൽ ഇത്ര വൃത്തിയാക്കാനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതേതാണ് റൂഫ് എന്ന് ചോദിച്ചു കഴിഞ്ഞാലേ ബാൻവെറ്റിൻ്റെ ഡാം പ്രൂഫാണ് കേട്ടോ. ഡാം പ്രൂഫ് എന്നാണ് ഇതിന് പറയുക. ബാൻവെറ്റ് കമ്പനിയുടെ ഡാം പ്രൂഫ്. അപ്പോൾ നമുക്കിതിപ്പോൾ 1800 സ്ക്വയർ ഫീറ്റിൻ്റെ തറയാണ്. അതിക്ക് നമുക്ക് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത് 20 ലിറ്ററാണ് കേട്ടോ. 20 ലിറ്ററാണ് നമുക്ക് ഇതിക്ക് 2 കോട്ട് അടിക്കാൻ വേണ്ടി വന്നത്. കല്ലിന്റെ മറവ് അടിച്ചോ? എടോ വല്ലാത്തൊരു നായനെ. ഇതിപ്പോൾ നമുക്ക് എല്ലാവർക്കും അടിക്കട്ടോ. ഇനി അതല്ല, കമ്പനിയിൽ നിന്ന് ആൾ വന്നിട്ട് അവരും അടിച്ചു തരുന്നുണ്ട്. ഇതിപ്പോൾ അടിക്കത്ര വലിയ പ്രയാസമൊന്നുമില്ല. ഫസ്റ്റ് കോട്ട് അടിക്കുമ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ എത്രയാണോ ഇത് എടുക്കണം. ഇപ്പോൾ 5 ലിറ്ററിൻ്റെ ടിന്നാണ് നമ്മൾ പൊട്ടിക്കണമെന്നുണ്ടെങ്കിൽ അതിക്ക് 2.5 ലിറ്റർ വെള്ളം, പകുതി വെള്ളം പറഞ്ഞു, എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യണം, എന്നിട്ട് അടിക്കുക. സെക്കൻഡ് കോട്ട് അടിക്കുമ്പോൾ എന്ത് ചെയ്യുക, വെള്ളം കൂട്ടാതെ അടിക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ഇതേപോലെ മണൽ എറിഞ്ഞു കൊടുക്കുകയും ചെയ്യാം. എവിടെ? പുറം ഭാഗത്ത് മാത്രം, അതായത് തേപ്പ് വരുന്ന ഭാഗത്ത് മാത്രം. അപ്പോൾ നിങ്ങളിതേ വീഡിയോ ഒക്കെ കണ്ടിട്ടേ എന്താണ് ഇതിൻ്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറയും. വീഡിയോ ഇഷ്ടപ്പെട്ടതൊന്ന് ലൈക്ക് അടിക്കുകയും ചെയ്യും. ഞങ്ങളെന്തായാലും ഇത് അടിച്ചു കഴിഞ്ഞിട്ടേ ഇപ്പോൾ കുടിയിലെത്തിക്കും, ചോറൊക്കെ തിന്നും. അപ്പോൾ ഞാൻ ഇനിയും വരും ഇതേമാതിരി എന്തെങ്കിലുമൊക്കെ ഒരു വലിയ വേണ്ടിയിട്ട്. അപ്പോൾ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ടാറ്റ.